പിണറായി വിജയൻ എന്ന ലീഡറുടെ 4 അയലത്ത് വയ്ക്കാൻ പറ്റിയൊരാൾ BJP-യിലോ കോൺഗ്രസിലോ ഇല്ല. ഈ സത്യം കാണാതെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. RSSന്റെ മുതിർന്ന നേതാവ് TG മോഹൻദാസിന്റെ വാക്കുകളാണ്. CPM ഹാൻഡിലുകൾ വ്യാപകമായി ഇതിന് പ്രചാരണവും നൽകുന്നുണ്ട്. പിണറായി വിജയന്റെ 3ാം ഭരണം സത്യത്തിൽ CPM-നേക്കാൾ സംഘപരിവാറിന്റെ ഒരാവശ്യമാണ്. അതിനുവേണ്ടി അവർ ഒളിഞ്ഞും തെളിഞ്ഞും പല രൂപത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. കേവലം ഇത്തരം പ്രസ്താവനകൾക്കപ്പുറം ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം എന്ന നിലയ്ക്ക് VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ പ്രായോഗിക രാഷ്ട്രീയ നീക്കം എന്ന നിലയ്ക്ക് അവർക്കെതിരെയൊക്കെ BJP സ്ഥാനാർത്ഥികളെ നിർത്താതെ പൊതു സ്ഥാനാർത്ഥിയായി CPM കാൻഡിഡേറ്റുകളെ വിജയിപ്പിക്കണം എന്ന് പോലും അവർ പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയന് 3ാം ഊഴവും BJPക്ക് ചില സീറ്റുകളും. CPM അവരുടെ സ്ഥാനാർത്ഥികളെ വിന്യസിച്ചിരിക്കുന്ന പാറ്റേൺ നോക്കിയാൽ ഇത് ആർക്കും കൃത്യമായി മനസ്സിലാകും. പിണറായി വിജയന്റെ 3ാം ഊഴം യഥാർത്ഥത്തിൽ CPM-നേക്കാൾ സംഘപരിവാറിന്റെ ആവശ്യമാണ്. എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ വരച്ച വരയിൽ നിർത്തി സംഘപരിവാർ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടതാണ്. 80 വയസ്സായ പിണറായി വിജയന് മറ്റൊരു അവസരം കൂടി ലഭിക്കാതിരുന്നാൽ ഫലത്തിൽ അതോടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതവും മോഹവും അവസാനിക്കും. മറ്റൊരു അവസരത്തിനുള്ള ഭാഗ്യമില്ല. പിന്നെ സംഭവിക്കുന്നത് പ്രതിപക്ഷത്തിരിക്കുന്ന CPM പുതിയ നേതൃത്വത്തിന് കീഴിൽ ശക്തമായി അടുത്ത തിരഞ്ഞെടുപ്പിൽ തിരിച്ചു വരും എന്നതാണ്. അതോടെ സംഘപരിവാറിന്റെ എല്ലാ സാധ്യതകളും അടയും. മറിച്ച് പിണറായി സർക്കാരിന് ഒരവസരം കൂടി ലഭിച്ചാൽ ഒരേ സമയം തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയും CPM ബംഗാളിനും ത്രിപുരയ്ക്കും പിന്നാലെ കേരളത്തിൽ ഇല്ലാതാവുകയും ചെയ്യും. അതാണ് സംഘപരിവാറിന്റെ പ്ലാൻ. ഇത് തിരിച്ചറിഞ്ഞ് ഈ സർക്കാരിനെ വോട്ട് ചെയ്ത് പുറത്താക്കി സ്വന്തം പാർട്ടിയെ രക്ഷപ്പെടുത്താൻ CPM സഖാക്കൾ മുൻപോട്ട് വരുമോ എന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം.